ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. എന്തുകൊണ്ടാണ് ഇലക്ട്രോണിക് സാധനങ്ങൾ വീട്ടിൽ കേടായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ വീട്ടിൽ നെഗറ്റീവ് എനർജി ബാധിക്കുമെന്ന് പറയുന്നത്? ജ്യോതിഷപരമായിട്ട് നമുക്ക് ഡീകോഡ് ചെയ്യാം. ഇലക്ട്രോണിക്സ് സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രൻ എന്ന ഗ്രഹത്തിന്റെ കാരകത്തോളാണ് ഇലക്ട്രോണിക് ഐറ്റംസ്. എന്ത് തന്നെ ആയാലും ഇലക്ട്രോണിക് ഐറ്റംസ് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ കാരകത്വമുണ്ട്. ചില ഇലക്ട്രോണിക്സ്, അത് ഇലക്ട്രിക്കലിനൊക്കെയാണ് പ്രധാനമായിട്ട്, രാഹുവിന്റെ കാരകത്വം വരും. അത് അതിന്റെ ഉള്ള കമ്പോണന്റിനെ ബേസ് ചെയ്തിട്ടിരിക്കുന്ന ആയിരിക്കും. ചിലതിനെ ചൊവ്വ അഥവാ കുജന്റെ കാരകത്വത്തെ ബേസ് ചെയ്ത് വരും. അപ്പോൾ ഇലക്ട്രോണിക് ഐറ്റംസ് കേടുവരിക എന്ന് പറഞ്ഞാൽ ശനിയുടെ കാരകത്വം, മന്ദൻ കാരകത്വം. നശിക്കുക, കേടുവരിക എന്ന് പറഞ്ഞാൽ തൽക്കാലത്തേക്ക് ഷോർട്ട് ടൈം ആയിട്ട് നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന മന്ദന്റെ കാരകത്വവും, അതല്ല കംപ്ലീറ്റ് നശിച്ചു പോയി എന്ന് പറഞ്ഞാൽ മന്ദന്റെ പുത്രനായ മാന്തി വേസ്റ്റ് ആയി പോയി എന്നുള്ള മാന്തിയുടെ കാരകത്വവും വരും എന്നുള്ളതാണ്. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക. ജ്യോതിഷത്തിൽ കാരകത്വത്തെ ഡീകോഡ് ചെയ്ത് കൊണ്ടാണ് കാര്യങ്ങളെ പറയുന്നത്. അതായത് ഒരു ജാതകത്തില് നമ്മൾ ഗ്രഹങ്ങളെ വെച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അഥവാ പ്രശ്നം വെച്ചുന്ന സമയത്ത് ശുക്രന്റെ കൂടെ മാന്തി നിൽക്കുകയാണ് എങ്കിൽ അത് നിൽക്കുന്ന രാശി മിഥുന രാശിയാണെന്ന് ഇരിക്കട്ടെ. മേടൻ രാശിയാണ് ആരുടെ കിട്ടിയെങ്കിലും മൂന്നാമത്തെ രാശി ആയിട്ട് മിഥുനം കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പറയാം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ കേടുപാട് വീട്ടിൽ സംഭവിക്കുന്നുണ്ടെന്ന് ഡീകോഡ് ചെയ്ത് പറയാൻ സാധിക്കും. അപ്പോ തിരിച്ചു പറഞ്ഞാൽ ശുക്രൻ എന്ന് പറയുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾ നശിച്ചു എന്ന് പറഞ്ഞാൽ മാന്തിയുടെ വർഗത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ശുക്രന്റെ കൂടെ മാന്തി നിൽക്കുക, ശുക്രനെ മാന്തി നോക്കുക. പരിവർത്തനം എന്ന് പറയുന്നത് മാന്തിക്ക് വരുന്നത് മാന്തി നിൽക്കുന്ന രാശിയുടെ അധിപനായിട്ടുള്ള പരിവർത്തനം, ഇതൊക്കെ വരികയുള്ളൂ. എന്തായാലും നിൽക്കുകയും നോക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് സ്ഥൂലവർഗം എന്ന് പറയും. സ്ഥൂലവർഗമാണ് അവിടെ വരുന്നത് ശുക്രനുമായിട്ടുള്ള. അപ്പൊ ഇലക്ട്രോണിക് ഐറ്റംസ് നശിക്കുക എന്നുള്ളതല്ല, ഒരു കാരകത്വം ഇന്റർ കണക്ട് ചെയ്ത് പറയുമെന്ന് പറയും. ഞാൻ ശുക്രന്റെ കാരകത്വം കണക്ട് ചെയ്തിട്ട് സിനിമാ ഫീൽഡില് സ്ത്രീകൾ പോയി കഴിഞ്ഞാല് പലതരത്തിലുള്ള പീഡനങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് ഒരു വീഡിയോയില് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്റർ കണക്ഷൻ ഓഫ് കാരകത്വം. അപ്പോ സൗര്യാംശോ നഖതന്ത ചർമ്മകനക ക്രൗര്യാർദ്ധ ഭൂഭാഹവേ എന്ന് പറയുന്ന സൂര്യന്റെ പ്രമാണം വെച്ചാലും, ഇന്തോ പ്രാപ്തി ദശാഫലാനി കുരുതേ എന്ന് പറയുന്ന ചന്ദ്രന്റെ കാരകത്വം വെച്ചാലും, ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്റർ കണക്റ്റഡ് ആണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ചന്ദ്രന്റെ കാരകത്തുള്ള ഒരു വസ്തു, അല്ലെങ്കിൽ ചന്ദ്രൻ പ്രശ്നത്തില് നീചത്തിൽ പോയി എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നീചത്തില് ചന്ദ്രൻ നിൽക്കുന്ന ദിവസം തൃക്കട നക്ഷത്ര ദിവസമോ അനിയുടെ നക്ഷത്ര ദിവസമോ ഒക്കെയാണെങ്കിൽ, പ്രത്യേകിച്ച് അനിയുടെ നക്ഷത്ര ദിവസമൊക്കെ ആണെങ്കിൽ, ചന്ദ്രൻ നീചത്തിൽ നിൽക്കുന്ന സമയത്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മാതാവിന് പ്രശ്നം എന്ന് പറയാം, മനസ്സുഖമില്ല എന്ന് പറയാം, ശരീരത്തിന് അസുഖം എന്ന് പറയാം. അത് എത്ര ഭാവം കിട്ടിയതെന്നനുസരിച്ചിട്ട് വേണം പറയാൻ. അപ്പോ ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് മാതാവും മനസ്സും ഒക്കെ കാരകത്വം ആണ്. അപ്പോ ഒന്നിനെ ബാധിച്ചാൽ അടുത്തിനെ ബാധിക്കും. അമ്മയ്ക്ക് അസുഖം വന്നാല് മനസ്സിന് സുഖം ഉണ്ടാവില്ല, മാതാവിന് അസുഖം വന്നാൽ മനസ്സിന് സുഖം ഉണ്ടാവില്ല, മനസ്സിന് അസുഖം വന്നാല് നമ്മുടെ അമ്മയ്ക്കും വിഷമം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇന്റർ കണക്ഷൻ ആണ്. അപ്പൊ ശുക്രന്റെ കാരകത്വം ഇലക്ട്രോണിക് ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഇന്റർ കണക്ഷൻ ഞാൻ പറഞ്ഞു തന്നാൽ, ഇലക്ട്രോണിക് ഐറ്റംസ് കാരകത്വമുള്ള ശുക്രന്റെ കാരകത്വമാണ് പണം. ചുരുക്കി പറഞ്ഞാൽ പണം ഉണ്ടെങ്കിൽ ഇലക്ട്രോണിക് ഐറ്റംസ് വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുക. ആഡംബരം ശുക്രന്റെ കാരകത്വമാണ്. മിക്കവാറും പല ഇലക്ട്രോണിക് ഐറ്റംസും ഒരു സമയത്ത് ആഡംബരത്തിന്റെ പ്രതീകമായിരുന്നു. ഇപ്പോഴും വില കൂടിയ ഫോണുകളും മറ്റുള്ളതൊക്കെ നോക്കിക്കോ, പല ഇലക്ട്രോണിക് ഐറ്റംസും പൈസ ഉള്ളവന്റെ കയ്യിലായിരിക്കും കൂടുതൽ. അത് മാത്രമല്ല, പൈസ ഉള്ളവൻ അത് ക്ലിയർ ആക്കിയിട്ട് എപ്പോഴും നന്നാക്കി വെക്കും. അപ്പോൾ ഇലക്ട്രോണിക് ഐറ്റംസ് കേട് വന്നിട്ട് മന്ദന്റെ അവസ്ഥയിലേക്ക് എന്ന് പറഞ്ഞാൽ കേട് വന്ന് നന്നാക്കാൻ പറ്റുന്ന അവസ്ഥയിൽ നന്നാക്കിയില്ലെങ്കിൽ അപ്പോഴും ഉദ്ദേശിച്ചോ, ഒന്നില്ലെങ്കിൽ അവന് പണം ഇല്ല, അല്ലെങ്കിൽ അവൻ അത് ക്ലിയർ ആക്കി വെക്കുന്നില്ല. ക്ലിയർ ആക്കി വെക്കാത്തടത്തോളം കാലം ഈ ഐറ്റം യൂസ്ഫുൾ ആവേണ്ടിരുന്നത് യൂസ്ലെസ് ആവുകയാണ്.
അതല്ലെങ്കിൽ അവൻ ആ ഐറ്റം ഉപയോഗിക്കുന്നില്ല, അവൻ അതിനോടുള്ള താല്പര്യം കുറഞ്ഞു എന്നൊക്കെ സൈക്കോളജിക്കലി ചിന്തിച്ചാൽ വരും. ചുരുക്കി പറഞ്ഞ ഇലക്ട്രോണിക് ഐറ്റംസ് കേടുവന്ന് നശിച്ചാൽ മാന്തിയുടെ കാരകത്വം ആണ്. അപ്പോ ആ മാന്തിയുടെ കാരകത്വം ശുക്രന്റെ കാരകത്വം വന്നാൽ പണം നശിക്കാനുള്ള സാധ്യതയാണ് വരുന്നത്. മടിയും അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാനുള്ള പണമില്ലാത്ത അവസ്ഥയും ഡംപ് ചെയ്ത് സൂക്ഷിക്കാനുള്ള ഒരു പുവർ മെന്റാലിറ്റി ഒക്കെയാണ് അത് വീട്ടിൽ വീണ്ടും സൂക്ഷിച്ച് വെക്കാനായിട്ട് ആളുകളെ പ്രേരിപ്പിക്കുന്നതെന്ന് സൈക്കോളജി. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു സാധനം കേടായി കഴിഞ്ഞാൽ അവരടുത്ത് കൊണ്ടുവന്ന് ഡംപ് ചെയ്യണ സ്ഥലത്ത്, പ്രത്യേകിച്ച് ചില മുനിസിപ്പൽ ആ ഏരിയയിലൊക്കെ ആണെങ്കിൽ അവരുടെ ഏതാണോ അവരുടെ ലെജിസ്ലേഷൻ അവിടെ കൊണ്ടുപോയിട്ട് പ്രത്യേകം പണം കെട്ടിയതിന് ശേഷമാണ് ഇത് റോട്ടിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അവരുടെ വണ്ടി വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പൊ ഒരു സാധനം അവര് ഡംപ് ചെയ്ത് വെക്കുന്ന ശീലം ഉണ്ടാവില്ല. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മെക്കാനിക്കോ അല്ലെങ്കിൽ നിങ്ങളൊരു ഇലക്ട്രോണിക് എഞ്ചിനീയറോ ഒക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഡംപ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് ദോഷത്തെ ഉളവാക്കും. അത് നിങ്ങളുടെ പുവർ മെന്റാലിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോ നിങ്ങളത് അങ്ങനെയുള്ള ജോലിയിൽ ഉള്ള ആളല്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്തിപ്പോഴേ കളഞ്ഞേക്കാം. നെഗറ്റീവ് ഉണ്ടാക്കും എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ കാണിക്കുന്ന ഒന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പണം ഇല്ലാത്തൊരവസ്ഥയെ ഡയറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനോടുള്ള കമ്പം തീർന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടാവാം സൈക്കോളജിക്കലി ആയാലും ആസ്ട്രോളജിക്കലി ആയാലും ഇതൊരു ബാഡ് ആയിട്ടുള്ള ഇതിനെയാണ് പ്രശ്നത്തിൽ കാണിക്കുന്നത്. നിങ്ങളുടെ ജാതകത്തിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡംപ് ചെയ്ത് വെക്കുന്ന, അതായത് ശുക്രനോടൊരു മാന്തി ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡംപിങ് മൈൻഡ് വളരെ കൂടുതലായിരിക്കും. ചില ക്രാക്സ് അല്ലെങ്കിൽ ചീത്ത സാധനങ്ങൾ ഡംപ് ചെയ്ത് വെക്കാനുള്ള മനസ്ഥിതി നിങ്ങൾക്ക് കൂടുതലുണ്ടാവും. വസ്ത്രങ്ങളൊക്കെ പഴയതൊക്കെ ഡംപ് ചെയ്ത് വെക്കാനുള്ള ശീലങ്ങളൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ ഒഴിവാക്കി അതൊക്കെ ഒന്നില്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ സ്ക്രാപ്പിൽ കൊണ്ടുപോയി കൊടുക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത് കാര്യം. അത് നെഗറ്റീവ് എനർജി വരുത്തുമെന്ന് ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയും ചെയ്തു. ഇതാണ് അതിന്റെ ഡീകോഡ് ചെയ്യുമ്പോഴുള്ള ഗ്രഹത്തിന്റെ സ്ഥിതി വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പ്രശ്നം വെക്കുന്ന സമയത്ത് ഈ ഗ്രഹസ്ഥിതി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടൻ തന്നെ അത് ഇത്തരത്തിൽ പറയാനായിട്ടും ബുദ്ധിയുള്ള ജ്യോത്സ്യന്മാർക്ക് സാധിക്കും എന്നുള്ളത് വേറൊരു വിഷയമാണ്. എന്നൊക്കെ ഇത്രയേ ഉള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗസ്ത്യേശ്വരായ നമഃ.